അല്ലമീൻ സുന്നി വോയിസ് വാട്സപ്പ് ഗ്രൂപ്പ് 100-200 ആളുകളിൽ താഴെ മാത്രമുള്ള ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന വോയിസ് അടിസ്ഥാനപ്പെടുത്തി ഒരു പരിപാടി നടത്തിയിട്ട് മൈക്കിൽ എന്താ പറയേണ്ടത്, തൊള്ള കക്കൂസ് തുറന്നു വിടുന്ന ഒരു തൊഴിയൂരുകാരൻ. ഇയാളൊക്കെ ഗതികേട് ആലോചിച്ച് നോക്കിയാണ്. വിഷയദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം. അതായത് ഇപ്പോൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെയും സമുദായങ്ങളെയൊക്കെ തമ്മിൽ ഭിന്നിപ്പിച്ച് എന്ത് ചെയ്യുക, ഇവിടെ അത് ഊറ്റിക്കുടിച്ച് ഭരിക്കുക, എന്നിട്ട് ഇവിടെയുള്ള മുതൽ കട്ടുകൊണ്ടുപോവുക എന്നുള്ള പരിപാടി. ഇപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, കേരളത്തിലിപ്പോൾ എ പി വിഭാഗമായാലും സമസ്തയായാലും അല്ലെ, എ പി വിഭാഗത്തെ സംബന്ധിച്ച് ജിഷാനാകുന്ന എനിക്കും സമസ്തയെ സംബന്ധിച്ചും എന്നെ പോലുള്ള പലർക്കും ഒക്കെ പല വിഷയം, സംഘടനാപരമായ ശാഖാപരമായ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ എ പി വിഭാഗമായാലും സമസ്തയായാലും ജിഷാനായാലും ഏത് കക്ഷി, സുന്നി ബോധമുള്ള എല്ലാ കക്ഷികൾക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ കുരുവട്ടൂർ കള്ളശൈഖും അയാളുടെ ശിങ്കിടികളായ ഈ മൂവർ കോളാമ്പി സംഘവും തനി ഫ്രോഡുകളാണ്. അവർക്ക് ദീനുമായി യാതൊരു ബന്ധവുമില്ല. അവർ നിലനിൽപ്പിന് വേണ്ടി അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണോ? അപ്പോൾ ഇസ്രായേലിനെ എതിർക്കുന്ന വിഷയത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടാണ്, ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്ന വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നത് പോലെ, അപ്പോൾ ഈ വിഷയത്തിൽ തമ്മിൽ എല്ലാവരും ഒന്ന് തെറ്റിക്കണം. ഇപ്പം നോക്കിയേ, ഈ ഗ്രൂപ്പിൽ നോക്കിയേ, ഈ സുഹൈൽ ദാരിമി, അദ്ദേഹം ഒരു സമസ്തക്കാരനാണ്. അതുപോലെ ഷാജഹാൻ, അങ്ങനെ പലരും, ഞാൻ പേരെടുത്ത് ഓരോരുത്തർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഗ്രൂപ്പുള്ളവരും ഗ്രൂപ്പില്ലാത്തവരും എ പിയും ഇ കെയും എല്ലാ ആളുകളും ഈ കുരുവട്ടൂരിസം എന്ന തനി ഫ്രോഡിസം, തനി എന്താ പറയേണ്ടത്, ദീനിൽ നിന്ന് ആളുകളെ അകറ്റുന്ന, എന്നിട്ട് എന്താ പറയുന്നത്, നല്ല രസം. മശായിഖന്മാരുടെ മശായിഖന്മാരുടെ പേര് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹത? ഇവിടെ 10-25ഓളം പോസ്റ്റുകൾ മശായിഖന്മാർ, യഥാർത്ഥ അഹ്ലുസുന്നിയുടെ മശായിഖന്മാരിൽ നിന്നുള്ള പോസ്റ്റുകൾ, അവരുടെ മണിമുത്തുകൾ ദീനിനെ സംബന്ധിച്ചും ശറഇനെ സംബന്ധിച്ചും അഖീദയെ സംബന്ധിച്ചും ത്വരീഖത്തിനെ സംബന്ധിച്ചും മശായിഖന്മാരെ സംബന്ധിച്ചും മുരീദന്മാരെ സംബന്ധിച്ചും ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി തങ്ങളെ പോലുള്ള മഹാരഥന്മാർ പറഞ്ഞത് ഇവിടെ പോസ്റ്റ് ചെയ്തു. അത് ഈ പറയുന്നത് പോലെ ഖുർആന്റെ മേലെ ചവിട്ടി നിൽക്കുന്ന ബീരാണ്ടിയെ അംഗീകരിക്കലോ, അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ശറഅ് പൊളിക്കുന്ന ആളുകളെ മശായിഖന്മാരായിട്ട് എഴുന്നള്ളിക്കലോ അല്ലല്ലോ. അപ്പൊ ഇവർക്ക് ദീൻ പൊളിക്കുന്ന ആളുകളെ, ഖുർആന്റെ മുസഫിന്റെ മേലെ ചവിട്ടി നിൽക്കുന്ന ബീരാണ്ടിമാരെ ശൈഖുനമാരാക്കിയിട്ട് ഇവർക്ക് കേരളത്തിലെ ദീന് പൊളിച്ചു കിട്ടണം. അതിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ഞാൻ ചോദിച്ചല്ലോ, ഈ കുരുവട്ടൂരിസം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇവർ പറയുന്നുണ്ട്, കള്ള ശരീഅത്ത്വാദികൾ, കള്ള ശരീഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ടല്ലോ, ഇന്നേ വരെ ഇവർ ഈ കുരുവട്ടൂരി ചന്ത തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇവർ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യാജ ത്വരീഖത്തിനെ സംസാരിച്ചോ? നിങ്ങൾ ആലോചിക്കണം. എടോ തൊഴിയൂർകാരാ, താനൊക്കെ ആൺകുട്ടിയാണെങ്കിൽ അല്ലാന്ന് താനും തൻ്റെ മൂവർ കോളാമ്പി സംഘവും ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് പറയാൻ വിഷയങ്ങളില്ല, വിഷയദാരിദ്ര്യം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താണ് ഇങ്ങനെ എന്തെങ്കിലും പിച്ചും പേയും വിളിച്ചു പറയാ. ഇവിടെ ചർച്ചയിലുള്ള വിഷയങ്ങൾ തൊടുന്നില്ല. ഗ്ലോബൽ വില്ലേജിൽ ഇവരുടെ വലിയ ശൈഖുന സ്വന്തം ഭാര്യയെ മുഖവും മുടിയും തലയുടെ ഭാഗങ്ങളും കയ്യിൻ്റെ ഭാഗങ്ങളും മുൻകൈയൊക്കെ കാണിച്ച് അങ്ങാടിയിൽ അന്യപുരുഷന്മാരുടെ കൂടെ മുമ്പിലൂടെ കാലികളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. എടോ തൊഴിയൂരുകാരാ, വെറുതെ തൊള്ള കക്കൂസ് തൊള്ള പൊട്ടിക്കുന്നതിന് പകരം ഇതിനൊക്കെ താൻ ആൺകുട്ടിയാണ് മറുപടി പറ. അല്ലാതെ ജിഷാൻ മാഹി പണ്ട് ഇങ്ങനെ ക്ലിപ്പ് പറഞ്ഞു, അങ്ങനെ എടോ അങ്ങനെ ഞാൻ മോശക്കാരനാണ്, എൻ്റെ ക്ലിപ്പ് ഏറ്റവും കൂടുതൽ ഓട്ടിയത് നിന്റെ കമ്പനിയാണ്, മോശക്കാരനാണെന്ന് നീ ഇപ്പം ഞാൻ പറയുന്ന ഈ എൻ്റെ ക്ലിപ്പ് ഓട്ടിയിട്ടാടോ കുരുവട്ടൂരിസം ഇതുവരെ നിങ്ങളെ പരിപാടി ഏറെക്കുറയും അവതരിപ്പിച്ചത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് ഉളുപ്പില്ലാതെ ഇപ്പം മലർന്നു കിടന്ന് തുപ്പാണ്. എന്താ വിചാരിച്ചത്? ദീന് പൊളിക്കുന്ന ഇത്തരം തോന്നിവാസികളെ
നിലക്ക് നിർത്താൻ ഞങ്ങൾക്ക് വാട്സപ്പ് തന്നെ ധാരാളാ. കാരണം ഇവർക്ക് ആള് വലിയ 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 ആളുകൾ മറുപടി പറഞ്ഞിട്ട് ഇവർക്ക് വലിയ ആളാവണം. അതിന് ആരും കിട്ടുന്നില്ല. വലിയ വലിയ നേതാക്കന്മാർ, സുന്നി നേതാക്കന്മാരൊന്നും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ വാട്സപ്പിലുള്ള ഈ ചെറിയ സുന്നി പ്രവർത്തകന്മാരുടെ വോയിസുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ആമാശയ മുന്നേറ്റ പരിപാടി നടത്തുകയാണ്. എങ്ങനെയുണ്ട്? എടോ ആൺകുട്ടികൾ അതാ പറയേണ്ടത്. കുരുവട്ടൂരി ഷെയ്ഖ്, വ്യാജ ഷെയ്ഖ് ഔറത്ത് തുറന്നിട്ട് സ്വന്തം പെണ്ണിന് അങ്ങാടി കൊണ്ടുപോയത് അത് പുതിയ ശരീഅത്താണോ അല്ല പുതിയ ത്വരീഖത്താണോ? അതൊക്കെ താൻ തൊള്ള തുറന്നൊന്ന് പറ, അടുത്ത പ്രസംഗത്തിൽ പറ. അല്ലാതെ ഞാൻ എന്ത് പ്രസംഗം, എന്നെ ക്ലിപ്പാക്കാൻ വേണ്ടി 5 മണിക്കൂർ ക്ലിപ്പാക്കാൻ വേണ്ടി ഈ തൊഴിയൂറുകാരൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് അതിൻ്റെ സാധനം കൊടുത്തു വിട്ടത്. പിന്നെ കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കരുത് കേട്ടോ. സുൽത്താനുൽ ഉലമ എന്ന് പറയുന്ന നിന്റെ കൂട്ടുകാരൻ നൗഷാദ് മൗലവി സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന കാലത്ത് പോലും ഇപ്പൊ ഈ കാന്തപുരം ഉക്രം മുസ്ലിയാർ ഇവർക്ക് പറ്റായിട്ട് ഇപ്പൊ കുറഞ്ഞ കാലയിലായിട്ടുള്ളൂ. ഇവർ തനി ഫ്രോഡുകളാണെന്നുള്ളതിന് തെളിവ് എൻ്റെ അടുത്തുണ്ട്. അതൊക്കെ ആവശ്യമായ സമയത്ത് ഞാൻ സമയം പോലെ തരുന്നുണ്ട്. സുൽത്താനുൽ ഉലമ എന്ന് ഈ നൗഷാദ് മൗലവി പറയുന്ന, മൈക്ക് കെട്ടി പറയുന്ന കാലത്ത് തന്നെ അയാൾ ഫോണിൽ കാന്തപുരം ഉക്രം മുസ്ലിയാരെ പറ്റി എന്ത് പറയുന്നു എൻ്റെ അടുത്തുണ്ടോ തൊഴിയൂരുകാരാ? നിന്നെയും നിന്റെ തൊള്ളയെയും പൂട്ടാൻ മാത്രമുള്ള വിഭവങ്ങൾ ഇന്നും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് കേട്ടോ. അതിന് മാത്രം നീയും നിന്റെ കൂട്ടാളികളും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. മശായിഖ്, എന്ത് മശായിഖടോ? നിങ്ങൾക്ക് എന്ത് ബന്ധമുള്ള മശായിഖന്മാരായിട്ട്? എന്ത് ബന്ധമുള്ളത് നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന തോന്നിവാസികളെ കേരളത്തിലെ സുന്നി സമൂഹം ഏറ്റെടുത്തുകൊണ്ട് മശായിഖന്മാരാക്കണോ? അതിന് വേറെ പണി നോക്കണം. മശായിഖന്മാർ, യഥാർത്ഥ മശായിഖന്മാര് എങ്ങനെ ജീവിക്കണമെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെയും സുന്നി സമൂഹത്തെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ നീങ്ങുന്നത്. അല്ലാതെ ഈ പറയുന്ന വീരാണ്ടിയെയും കൃഷ്ണനെയും മക്ബറയുടെ ചാരത്തിരിക്കുന്ന ഏതോ മുശിരിക്കിനെയും ഔലിയാക്കന്മാരുടെ ദറജയിലേക്ക് ഉയർത്തുന്ന കുരുവട്ടൂരി ത്വരീഖത്തല്ല മുൻഗാമികൾ പഠിപ്പിച്ചതെന്ന് ഓർക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ പണ്ട് അങ്ങനെ ക്ലിപ്പാക്കി, പണ്ട് ഇങ്ങനെ ക്ലിപ്പാക്കി, ആയിക്കോട്ടെ, എനിക്കെന്താ? അതിന് തൊഴിയൂർകാരൻ എന്താ വിഷയം? ഇന്നേ വരെ ഞാൻ എൻ്റെ ഒരൊറ്റ ഈ പറയുന്ന രൂപത്തിലുള്ള എൻ്റെ വോയിസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ സാന്ദർഭികമായി ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്ന കാര്യം ആരെങ്കിലും എടുത്ത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ അതിന് ഞാനോ ഉത്തരവാദി? അതിന് ഞാനാണോ ഉത്തരവാദി? എന്നിട്ട് ഈ തോന്നിവാസങ്ങൾ മുഴുവൻ മൈക്ക് കെട്ടി തൊള്ള തുറന്ന് തൊള്ള പൂട്ടി കക്കൂസ് പൊട്ടിച്ചിട്ട് ഇവൻ വലിയ ശുചായിയായിട്ട് ഇപ്പൊ നടക്കുകയാണ്. അതുകൊണ്ട് ഓരോന്നോരോന്ന് നമുക്ക് സംസാരിക്കാം. താൻ ആൺകുട്ടിയാണെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഇതിന് ആദ്യം നിങ്ങളെ ഗ്ലോബൽ ഇപ്പൊ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് അല്ലേ പറയേണ്ടത്? ഈ ഓരോരോ കാലഘട്ടത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കേണ്ടത് തൊഴിയൂർക്കാരാ. അല്ലാതെ 13 കൊല്ലം മുമ്പ് നടന്ന യൂട്യൂബിൽ ആരോ അപ്ലോഡ് ചെയ്ത ക്ലിപ്പിനെ സംബന്ധിച്ചല്ലല്ലോ ഇപ്പൊ ചർച്ച. ഇപ്പൊ അന്റെ ഷെയ്ഖ് എന്ന് പറയുന്ന ഈ പറയുന്ന കുരുവട്ടൂരെ വ്യാജ ഷെയ്ഖ് സ്വന്തം കെട്ടിയോൾ ഔറത്തും തുറന്നിട്ട് അങ്ങാടിയിലൂടെ കാലിച്ചന്തയിലൂടെ കാലികളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയത് ശരീഅത്തിന്റെ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? അത് താൻ തൊള്ള തുറന്ന അടുത്ത പരിപാടിയിൽ ഇതിനെയുള്ള പരിപാടി. അല്ലമീൻ സുന്നി വോയിസിന് മറുപടി പറയലാവട്ടെ. ഇനി നിന്റെയും കൂട്ടരുടെയും ആമാശയ മുന്നേറ്റ പരിപാടിയുടെ അടുത്ത ഐറ്റം നമുക്കിവിടെ കാണാം.